ഇങ്ങനെ പോയാൽ ഷാനവാസ് കപ്പടിക്കും. എന്താ തോന്നുന്നത് നിങ്ങൾക്ക്? എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. പോളുകളിലായാലും ഷാനവാസിനാണ് ഇപ്പോൾ നല്ല രീതിക്ക് വോട്ട് വരുന്നത്. അതുപോലെ ഇന്ന് നടന്നത് ഷാനവാസ് വേഴ്സസ് വീട്ടുകാരാണോ നടന്നത്? എന്താണ് ഈ ഷാനവാസ് നവീൻ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. അതിൽ ശനിയാഴ്ച ലാലേട്ടൻ വരുമ്പോൾ ക്ലിയർ ആക്കുള്ളൂ എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. എന്താണ് ശരിക്കും നടക്കുന്നത്? അതൊരു കിച്ചൺ വഴക്ക്, ജിഷൻ ഇന്നുണ്ടാക്കിയ കിച്ചൺ വഴക്ക്, അത് ന്യായമാണോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? നമുക്ക് സംസാരിക്കാം. എന്റെ പേര് ഷെഹർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോയിലേക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് മാത്രമാണ് ഞാനിത് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പം നെവിൻ ആദിലയോട് സംസാരിക്കുകയാണ്. ആദില എന്താണ് നെവിന്റെ കൂട്ടായി നിൽക്കുകയാണ് ഇപ്പോ. എന്താണ് നീ അങ്ങനെ ചെയ്യുന്നു അങ്ങനെ നെവിൻ ന്യായീകരിക്കുന്നുണ്ട്. ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അവൻ ചെയ്തോ ഇല്ലയോ എന്ന് നമുക്കും അറിയത്തില്ല. അപ്പോൾ അത് ക്ലിയർ ആവും, ശനിയാഴ്ച ക്ലിയർ ആവും എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ ജയിൽ നോമിനേഷന്റെ സംഭവത്തിൽ എല്ലാവരും ജയിൽ നോമിനേഷൻ വരെയാണ്. റെന ഓൾറെഡി ആയതുകൊണ്ട് തന്നെ എന്താണ് ബാക്കി ഒരാളും കൂടെ ആക്കണം. അപ്പൊ എല്ലാവരും ചേർന്നിട്ടും ഷാനവാസിനെ എന്താണ് പറയുന്നുണ്ട്. ഇതിനൊക്കെ അനീഷ് എന്താണ് പ്രശ്നമൊക്കെ ആക്കുന്നുണ്ട്. എന്താണ് ഓരോരോ കാര്യങ്ങൾ പറയട്ടെ, ഓരോരോ പോയിന്റുകൾ ഇട്ടിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നെവിൻ എന്താണ് ഷാനവാസിനെ പറഞ്ഞത്, അല്ല ഷാനവാസ് അങ്ങനെ പറഞ്ഞത് എന്താണ് നമ്മുടെ അനീഷിന് ഇഷ്ടപ്പെട്ടില്ല. ഇന്നിപ്പോ അനീഷ് ഓരോ സംസാരിക്കുമ്പോൾ പെൺകുട്ടികളായാലും കൂവലും ഒച്ചുണ്ടാക്കലാണ്. അത് ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ബിന്നി ഇന്ന് ആദിലെ ഒന്നും വായടപ്പിച്ചു കളഞ്ഞു. കാരണം എന്താന്ന് വെച്ചാല് ബിന്നി പറഞ്ഞു, ബിന്നി പറയാണ് ഞാൻ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണെന്ന് കരുതും. പക്ഷെ അല്ല, അതിലാണ് കുത്തിരിപ്പുണ്ടാക്കുന്നത്. ഓരോരുത്തർ പോയിട്ടോ നെവിനെ പറ്റി ഓരോന്നും പറഞ്ഞ് ഇളക്കി വിടുന്നത് ബിന്നിയാണ്, അല്ല ആദിലാണ് എന്ന് ബിന്നി പറയുന്നത്. അപ്പൊ ആദില മിണ്ടാതിരിക്കണം. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ആദില ഇതുപോലെ സംഭവം ചെയ്തിട്ടുണ്ട്. ആദിലക്ക് വാ അടഞ്ഞിട്ടുണ്ട്. ആദിലക്ക് ഒന്നും പറയാനില്ല. അത് ന്യായീകരിക്കുന്നുണ്ട് രണ്ടാമത്. അപ്പൊ അനുമോളുടെ അടുത്തും ബിന്നിയുടെ അടുത്തും നെവിനെ പറ്റി ആദില ചോദിക്കുന്നുണ്ട് എന്ന് ബിന്നി പറയുന്നുണ്ട്. അങ്ങനെ ബിന്നി അല്ല ആദില പെട്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാല്. പിന്നെ ഷാനവാസ് അനീഷ് കോംബോ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇപ്പോ ഷാനവാസും അനീഷും ഭയങ്കര ഫൈറ്റ്, ഒരു ടോം ആൻഡ് ജെറി ആയിരുന്നു അല്ലെ. ഇപ്പൊ ഭയങ്കര സുഹൃത്ത്. ഇപ്പൊ അനീഷ് പറയുന്നുണ്ട് എന്താണ് നിങ്ങൾ പറയുന്നത് കള്ളമാണ്, അല്ല നിങ്ങൾ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് തെളിഞ്ഞാൽ മാത്രമാണ് ഞാൻ നിങ്ങളുടെ സൗഹൃദത്തിൽ ഇനിയും നിങ്ങളുടെ സുഹൃത്താവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നത് കറക്റ്റ് ആണെങ്കിൽ അനീഷ് ആയിരിക്കും ഷാനവാസിന്റെ കൂടെ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു കിച്ചൺ വഴക്കാണ്, വേറെ ഒന്നുമല്ല. ഈ ചെറുപയർ ഉണ്ടാക്കിയത് ജിഷിന് ഇഷ്ടപ്പെട്ടില്ല. നോൺ വെജിൽ എന്താണ് തൊട്ടിട്ട് നിങ്ങൾ വെജിറ്റേറിയൻ ആൾക്കാർക്ക് കറി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് ജിഷിൻ ഭയങ്കര ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. അത് അനാവശ്യമായിട്ടുള്ള ഒച്ചയല്ലേ, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ജിഷിൻ അനാവശ്യമായിട്ട് എന്തോ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തോന്നി. അതിൻ്റെ ഒനീലിൻ്റെ അടുത്ത് വെറുതെ ഒരു ഫൈറ്റിന് പോയി. അത് വെറുതെ ആണ് ശരിക്കും പറഞ്ഞാൽ. ഒനീലും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു, വെജ് വേറെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അനുമോട് പറയുന്നുണ്ട് ഞാൻ എന്താണ് മീനിൽ തൊടാതെയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നത്, എന്നിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ജിഷിനോട് ഭയങ്കരമായിട്ട് വെച്ചുണ്ടാക്കുന്നുണ്ട്. ജിഷിൻ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് വരുന്നതും. വേറെ ഒന്നുമല്ല, നമ്മുടെ എയറോപ്ലെയിൻ ഉണ്ടാക്കുക. നമ്മൾ പണ്ട് എയറോപ്ലെയിനൊക്കെ ഉണ്ടാക്കൂലേ, ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പറത്തി വിടുക. അതിൽ 3 എന്താണ് എയർപോർട്ടിന്റെ പേരുണ്ട്, കൊച്ചിൻ, ചെന്നൈ, വേറെന്തോ ഉണ്ട്. അപ്പൊ അതിലേക്ക് ഇത് എത്തിക്കണം. എത്താത്തത് എന്നുവെച്ചാൽ ഒരു പോയിന്റ് ഉണ്ട്, എത്തിയാൽ 5 പോയിന്റ് കിട്ടും. അങ്ങനെയൊക്കെ ഏറ്റവും കൂടുതൽ പോയിന്റ് അങ്ങനെയൊക്കെ ഉണ്ട്. അതില് ജിസയിലും പിന്നെ വേറെ ആയിരുന്നു, ജിസയിലും ആദിലും കുറവായിരുന്നു. ഒനീലിനാണ് കൂടുതൽ കിട്ടുന്നത്. അങ്ങനെ ഒനീല് ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. ഒനീൽ അങ്ങനെ ക്യാപ്റ്റനായി അവസാനം. പിന്നെ നെവിന്റെ കുക്കീസ് ഇഷ്യൂ വീണ്ടും തുടങ്ങി. നെവിൻ ഇന്ന് കുക്കീസ് ഉണ്ടാക്കി. നെവിൻ എത്ര പറഞ്ഞാലും ഇത് മനസ്സിലാവത്തില്ല. നെവിൻ എന്താണ് ഫുഡ് എടുക്കരുത്. ഇത് ലാലേട്ടൻ വാണിംഗ് ചെയ്യണം. കാരണം എന്താന്ന് വെച്ചാല് നെവിനോട് ഇത് പറഞ്ഞതാണ് ഈ സംഭവം. നെവിന്റെ ഇഷ്ടത്തിന് ചെയ്യുകയാണ് അവിടെ. ശരിക്കും അഹങ്കാരമാണ് നെവിൻ കാണിക്കുന്നത് അവിടെ. നെവിൻ്റെ അടുത്ത് കുക്കീസ് ഉണ്ടാക്കരുത്, കാരണം അവർക്കുള്ള പൊടികളില്ല. ഞാൻ വിചാരിച്ചു ഒരു കുക്കീസ് ആയിരിക്കും ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഇരുന്നു നോക്കുമ്പോൾ ഇത്രട്ട പാത്രത്തിൽ മാവ് ഇങ്ങനെ കുഴച്ച് വെച്ചിരിക്കുന്നത് ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അറിയത്തില്ല, അത് ഭയങ്കരമായിട്ട് ജിസയില് സംസാരിക്കുന്നുണ്ട്, അനുമോൾ സംസാരിക്കുന്നുണ്ട്. അറിയില്ല, അത് ഭയങ്കര മോശമാണ് നെവിൻ കാണിക്കുന്നത്. കാരണം നമ്മൾ വിചാരിച്ചത് ഇച്ചിരി, ഞാൻ ഒരു ബിസ്ക്കറ്റേ കണ്ടുള്ളൂ. പക്ഷെ അനുമോളായിട്ട് സംസാരിക്കുമ്പോഴാണ് ഇത്ര വലിയ പാത്രത്തിൽ മാവ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണുന്നത്. അറിയില്ല.
പിന്നെ ഒരു സ്പോൺസർ ടാസ്ക് വന്നു, നല്ല രസം. ഡാസ്ലറിന്റെ സ്പോൺസർ ടാസ്ക് വന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് സീസൺ 6 വന്നത് യമുന റാണിയൊക്കെ വന്നിട്ട് ചെയ്തിട്ട് ഭയങ്കര ട്രോളൊക്കെ മേടിച്ചില്ല. അപ്പൊ എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു പെട്ടെന്ന്. അപ്പോൾ ഇതാണ് എപ്പിസോഡ് നടക്കുന്നത്. പിന്നെ രാത്രി ഷാനവാസ് ആദിലയും നൂറയും സംസാരിക്കുന്നുണ്ട്. ആ ഇഷ്യൂ എന്ന് വെച്ചാൽ ഷാനവാസ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആദിലയോടും നൂറയോടും ഇങ്ങനെയാണ് നടന്നത്, നെവിനെ മാറ്റിയതൊക്കെ ഇങ്ങനെ. അപ്പൊ നൂറൻ പറയുന്നുണ്ട് അത് ശരിയാണ്, അന്ന് ഷാനവാസിക്ക് അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദിലക്ക് ബൾബ് കത്തിയ പോലെ ശരിയാണല്ലേ. അപ്പൊ നിങ്ങൾ ഇത് എപ്പോഴും ചോദിച്ചാൽ നിങ്ങൾ ഇത് പറയണമെന്ന് ആദില പറയുന്നുണ്ട്. 4:35 ഇവരെ ഡിസ്കഷനും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇവരുടെ അടുത്ത് പോയി ഉറങ്ങ എന്ന് എനിക്ക് പറയാനുള്ളത്. ഉറങ്ങൂല ഇവർക്ക് എന്താ ഉറങ്ങാത്തതെന്ന് എനിക്കറിയില്ല. ഉറങ്ങിക്കൂടെ ഇവർക്ക്? 4:35 ഇവർ ഉറക്കൂലാണ്ട് ഇരിക്കുന്നുണ്ട്. ഇന്ന് എനിക്കിത് കണ്ടപ്പോ, ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് കണ്ടപ്പോ ഷാനവാസ് വേഴ്സസ് വീട്ടുകാർ, ഇതാണ് ഞാനിന്ന് കണ്ടത്. ഇങ്ങനെ പോയാൽ ഷാനവാസിനെതിരെ എല്ലാവരും നിൽക്കും. അനീഷ അനുമോള് മാത്രം ഷാനവാസിനോട് നിൽക്കും. ഇവർ 3 പേരും അങ്ങ് ടോപ്പ് 3 ആവും. ബാക്കി എല്ലാവരും നെഗറ്റീവിലും ആകും. എനിക്കിത് കണ്ടപ്പോൾ ഷാനവാസ് കപ്പടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം യൂട്യൂബിൽ കുറേ പോളുകൾ ഞാൻ കണ്ടു. കുറേ പോളുകൾ കണ്ടപ്പം ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത്ര ഒരു 35-40 ദിവസം വരെ അനുമോള് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന സമയം ആയിരുന്നപ്പോ ഇപ്പൊ ഷാനവാസാണ് ഇപ്പൊ കേറി ഇരിക്കുന്നത്. ഷാനവാസിന്റെ ഒരു പവർ അതാണ്. ഷാനവാസ് ഒരു ഗെയിം ചേഞ്ചറായി മാറി. ഇന്നലത്തെ എപ്പിസോഡ് കൂടി തന്നെ എല്ലാവർക്കും ഷാനവാസിന് ഇഷ്ടപ്പെട്ടു. ഷാനവാസ് കുതിച്ചു കയറുന്നുണ്ട്. അപ്പൊ അറിയില്ല എങ്ങനെയാണെന്ന്. ഷാനവാസ് കപ്പടിക്കുമായിരിക്കും അല്ലേ? നമുക്ക് നോക്കാം. ഇപ്പൊ 50 ദിവസമായിട്ട് വിലയിരുത്താനായിട്ടില്ല. ഒരു 50, 60, 70 ഒക്കെ ആവട്ടെ, അപ്പൊ നമുക്ക് പറയാം. ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും അല്ലേ? ഇപ്പൊ നമുക്ക് ഒരു ഐഡിയ ഇല്ല. ചിലപ്പോ അനീഷ ആവാം, ചിലപ്പോ അനുമോളാവാം, ചിലപ്പോ ഷാനവാസോ, ഈ 3 പേരിൽ ഒരാളാവാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയും വിശേഷമൊക്കെ ഞാൻ വരുന്നതാണ്. നാളെ എവിക്ഷൻ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെയും